നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. വോട്ടുകളെല്ലാം പെട്ടിയിലായി. ഇനി കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയൊക്കെ നാളുകളാണ്. 25 ദിവസം കാത്തിരിക്കണം. അതൊരു വലിയൊരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒക്കെ ദിവസങ്ങൾ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ആണ്ട് ഒരു മാസത്തോളം നമ്മൾ കാത്തിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി? ഈ പോളിംഗ് ശതമാനം കൂടുതലുണ്ടെന്നൊക്കെയാണ്. പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. പോളിംഗ് ശതമാനം 78.3% ഇപ്പോൾ ഉള്ളത്. അത് ഇനിയും കൂടാം. കാരണം ഈ പോസ്റ്റൽ വോട്ടും ഒക്കെ ഇതിനകത്ത് വന്നിട്ടില്ല. അതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ 79% വരെ പോകും. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വഴി കുറേ വോട്ടുകൾ, ഈ നിർജ്ജീവ വോട്ടുകളൊക്കെ വെട്ടിപ്പോയപ്പം അതുകൊണ്ട് കുറച്ച് പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ 5 ലക്ഷം വോട്ട് ഇത്തവണ കൂടിയിട്ടുണ്ട്. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരികയും നമ്മൾ പറഞ്ഞ് പോകുന്നതും ഈ പോളിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർക്ക് മുൻതൂക്കം വരും, അവർക്കൊരു മേൽക്കൈ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പണ്ട് മുതൽ. UDF അത് നേരത്തെ അങ്ങനെ ഉണ്ടെങ്കിലും പിന്നീട് ആ വാദത്തിൽ നിന്നും പ്രസക്തി ഇല്ലാതായി. അതുകൊണ്ട് പോളിംഗ് ശതമാനം കൂടിയത് കൊണ്ട് UDF ജയിക്കണമെന്നോ കുറഞ്ഞത് കൊണ്ട് തോക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഇത്തവണ പോളിംഗ് ശതമാനം അല്ല ഒരു ഘടകം. പോളിംഗ് പെർസെൻറ്റേജ് കൂടിയോ കുറഞ്ഞോ എന്നുള്ള വിഷയം വെച്ചല്ല. ബെന്നിനെ ശ്രദ്ധിച്ച് കാണും, ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ വോട്ടർമാരുടെ ഇടയിൽ ആളുകളുടെ മുഖത്തെ ഭാവത്തിൽ എന്തോ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ആവേശം. അത് മാത്രമല്ല, നമ്മൾ ഈ TV യിൽ ഈ പല സ്ഥലത്തെയും ഈ തിരക്കും ക്യൂവും ഒക്കെ കാണുമ്പോൾ പതിവിൽ കവിഞ്ഞ ഒരു നിശ്ചയദാർഢ്യത്തോടെ വന്ന് വോട്ട് ചെയ്യുന്നത് പോലെ ഒരു തോന്നലുണ്ട്. ശരിയാവാം, തെറ്റാവാം. ആ മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കണമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ എന്നോട് ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത്, ഇവിടെ തിരുവനന്തപുരം ടൗണിലുള്ള സിറ്റിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് രാവിലെ വിളിച്ച് ഞങ്ങളിങ്ങനെ സംസാരം മധ്യേ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ ഇവിടുത്തെ ഒരു വലിയൊരു സംഘടന, കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവ്, ആ നേതാവിൻ്റെ ഭാര്യ ഇപ്പോഴും സർവീസിലുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഡെയിലി 4000 രൂപ വരെ ശമ്പളം എന്ന് പറയുമ്പം ഒരു മാസം എത്ര 1 ലക്ഷം രൂപ പുറത്ത് ശമ്പളം വാങ്ങിക്കുന്നവരാ. അപ്പോൾ അവരിപ്പോൾ റിട്ടയർ ആവാൻ പോവുക. അപ്പോൾ അവർ ഇന്നലെ വോട്ട് ചെയ്ത് ഒരു കാര്യത്തിൽ ചെന്ന് വോട്ട് ചെയ്തപ്പോൾ അവർ ഈ BP സൗണ്ട് കേട്ടിട്ട് ഉടനെ ഇറങ്ങിപ്പോരുന്നു. അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അതിനടുത്തിരുന്ന് കോൺഗ്രസിൻ്റെ ഇന്നേജൻറ്റ്, അപ്പം അവിടെ ഒരു ലേഡി എങ്ങാണ്ട പോളിംഗ് ഓഫീസറായിട്ടിരുന്നത്, എല്ലാവരും സൗഹൃദമായിട്ടാണല്ലോ വന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അത് വീണോ ഇല്ലയോ ഒന്ന് നോക്കാനായിട്ട്. അപ്പം അയാളെ അത് അത്ഭുതപ്പെടുത്തി. കാരണം അവർ ചെയ്ത വോട്ടെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ചെയ്ത വോട്ട്. അതായത് കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യ ചെയ്തത് ഇടതുപക്ഷത്തിന് നല്ലൊരു തുക ശമ്പളം വാങ്ങിക്കുന്ന അയാൾ ഇടതുപക്ഷത്തിന് ചെയ്തു. എന്നിട്ട് പുറത്തോട്ടിറങ്ങിയപ്പം അവരോട് ചോദിച്ചു, വോട്ടൊക്കെ ചെയ്തു നമ്മുടെ പാർട്ടിക്കായിരിക്കും. കോൺഗ്രസിനാണ് ഞാൻ വോട്ട് ചെയ്തത്, പിന്നെ വേറെ ആർക്കാ വോട്ട് ചെയ്യുന്നത്? പക്ഷെ ഈ പെൻഷനൊക്കെ കിട്ടണമെങ്കിൽ ഇവർ വരണം, ഇവർ തന്നെ ഭരിക്കണം എന്ന് പറഞ്ഞ് അവർ നടന്നങ്ങ് പോയി. അപ്പോൾ അതിനർത്ഥം എന്താ? അല്ല, എനിക്കറിയില്ല. കാരണം അത്രയും ശമ്പളം വാങ്ങുന്ന ആൾക്ക് നല്ലൊരു തുക പെൻഷനും കിട്ടും. പിന്നെ ഈ പെൻഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ കാര്യം ആയിരിക്കില്ല അവരുദ്ദേശിച്ചത്. അത് അവർക്ക് കിട്ടത്തില്ലല്ലോ. സാമൂഹ്യ പെൻഷൻ അവർക്ക് കിട്ടില്ല. അവരെന്താ പെൻഷൻ കിട്ടണമെന്ന് ഉദ്ദേശിച്ചത്? പെൻഷൻ കൃത്യമായി കിട്ടണം. എന്നാണ് പെൻഷൻ കൃത്യമായി കിട്ടുക? UDF കാലത്ത് എന്നാ പെൻഷൻ? ഓരോരുത്തരുടെ അങ്ങനെ ചില ആളുകൾ, അത് കോൺഗ്രസ്സുകാരന്റെ ഭാര്യയാണെങ്കിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയം കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് പൊതുവായ ഒരു വികാരമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓഫ് കോഴ്സ് ഈ കർഷക പെൻഷനോ അല്ലെങ്കിൽ സാമൂഹ്യ പെൻഷനോ ഒക്കെ LDF വന്നാലാണ് കിട്ടാൻ കൂടുതൽ സാധ്യത, മുടങ്ങത്തില്ല എന്നുള്ളൊരു വിശ്വാസം ആളുകളുടെ ഇടയിലുണ്ട്. അത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഇടതുപക്ഷത്തിനുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു കാരണം പറയുന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1-2 മാസം മുടങ്ങിയതാണ്. 6 മാസം മുടങ്ങിയതെന്ന് സംബന്ധിച്ച് തർക്കമുണ്ട്. 6 മാസം ഒന്നും മുടങ്ങിയിട്ടില്ല. എന്തായാലും ഞാൻ കാര്യം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതല്ല ഇത്തവണത്തെ വിഷയം. ന്യൂനപക്ഷങ്ങളുടെ ഇടയിലെ ഒരു വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ന്യൂനപക്ഷ സമുദായങ്ങളെ ഇത്തവണ അവരിൽ ഭൂരിപക്ഷം ഇത്തവണ ഇല്ല കൂടെ. അപ്പോൾ അത് തീർച്ചയായും നമുക്കത് അറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായതാണല്ലോ. വടക്കൻ ജില്ലകളിലെ ഇത്തവണത്തെ വടക്കൻ ജില്ലകളിലെ പോളിംഗ് പെർസെൻറ്റേജ് നോക്കി അറിയാം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പിന്നെ
നമുക്കറിയാം ഇത്രയും ജില്ലകളിലെ പോളിംഗ് പെർസെൻറ്റേജ് തെക്കൻ ജില്ലകളോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 2-3% കൂടുതലാണ് എങ്കിൽ പോലും പിന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ന്യൂനപക്ഷ സമുദായങ്ങളെന്ന് അങ്ങ് പറഞ്ഞു, ശരിയാണ്. പഞ്ചായത്ത് ഇലക്ഷന് മാറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി അവർ ചെയ്തു, അത് ഉറപ്പാണ്. എല്ലാ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, ഉറപ്പാണ്. പക്ഷേ ഇത്തവണ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ന്യൂനപക്ഷ സമുദായങ്ങളിൽ തന്നെ വിള്ളലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഈ പറഞ്ഞതുപോലെ UDFിലേക്ക് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഇതുമായിട്ട് കണക്ക് കൂട്ടരുത്, കമ്പയർ ചെയ്യരുത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളുടെ അവരുടെ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ രാഷ്ട്രീയമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പൊളിറ്റിക്കൽ വോട്ടായിരുന്നു. അതേസമയം തന്നെ പിന്നെ തദ്ദേശ കൗൺസിലർമാരുടെയോ മെമ്പർമാരുടെയോ ഒക്കെ മികവ് അനുസരിച്ച് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ വോട്ട് വന്നു എന്നുള്ളൊരു സത്യം. അതിനകത്ത് ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വോട്ടിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നടന്നായിട്ട് എനിക്ക് കാരണം എൻ്റെ വാർഡില് ഞാൻ വോട്ട് ചെയ്ത കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ എൻ്റെ വാർഡില് 6ാം വാർഡ്, ആ വാർഡില് ഇടതുപക്ഷത്തിന്റെ വാർഡായിരുന്നു. ഇപ്രാവശ്യം അത് കോൺഗ്രസിന്റെ പിന്നെ ആള് ജയിച്ചു. അത് വേറൊന്നുമല്ല, അത് വേറൊന്നുമല്ല, ആ സ്ഥാനാർത്ഥിയെ നോക്കിയാണ്. ആ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം അവിടുത്തെ പിന്നെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, റിട്ടയർഡ് അധ്യാപകനും. അദ്ദേഹം ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിനൊന്നും നിൽക്കുകയോ അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹിത്വത്തിന് വേണ്ടി മത്സരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്വാത്വികനായ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന് വേണം പറയാൻ. അപ്പൊ ആ പുള്ളി റിട്ടയർ ചെയ്തു. അധ്യാപകനായിരുന്നു, തൊട്ടടുത്ത സ്കൂളിൽ തന്നെ അധ്യാപകനായിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം അന്ന് പോലെ രാഷ്ട്രീയമുണ്ട്. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റോ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെയാണ്. അപ്പം ഇത്തവണ പുള്ളി നിന്നപ്പോൾ ആ വാർഡില് പുള്ളിക്ക് അനുകൂലമായിട്ട് നല്ല ഭൂരിപക്ഷത്തിൽ പുള്ളിക്ക് ജയിക്കാൻ സാധിച്ചു. ഇടതുപക്ഷം 2 പ്രാവശ്യമായിട്ട് ഇടതുപക്ഷം ജയിക്കുന്ന വാർഡാണ്. അവിടെ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ പിന്നെ ജയിച്ചു. അപ്പം അങ്ങനെ ഇത് വ്യക്തികളെ നോക്കിയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പല വാർഡിലും വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പല സ്ഥാനാർത്ഥികൾക്കും വ്യക്തിപരമായി കുറെ അവർക്ക് സ്വാധീനം ഉള്ള എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് അതാ മണ്ഡലത്തിൽ തന്നെ ഉള്ളവർ മത്സരിക്കുമ്പോൾ കൂടുതലായിട്ട് വ്യക്തിപരമായ വോട്ടുകൾ വരും. പക്ഷേ വിധി നിർണ്ണയം എപ്പോഴും വ്യക്തി വോട്ടുകളെ ആശ്രയിച്ച് രാഷ്ട്രീയ വോട്ടുകളാണ്. രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്തിന് അല്ലെങ്കിൽ പോലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലൊക്കെ നടക്കുന്നതിന് അതീതമായിട്ട് നിയമസഭയിലും പാർലമെന്റിലൊക്കെ നടക്കുമ്പോൾ അത് രാഷ്ട്രീയമാണ്. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണയും നടന്നിരിക്കുന്നത്. ആ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അത് പൊളിറ്റിക്കൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു മാറ്റം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ കരുതണം. അത് തീർച്ചയായിട്ടും ഏത് തരത്തിലാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ കാണേണ്ട കാര്യം. പക്ഷെ എന്നാലും പഴയതുപോലെ നമുക്ക് പണ്ട് പോളിംഗ് ശതമാനമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഒക്കെ പറയാറുണ്ട് UDF മുമ്പേ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് ഇപ്പോൾ അങ്ങനെ ഒരു പ്രവചനം നടത്താൻ പറ്റുന്നില്ല. അല്ല, അതിനകത്തൊരു കാരണം കൂടെ ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യം, ഈ കഴിഞ്ഞ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം പിന്നെ ഏറ്റവും ഒടുവിൽ AK ആന്റണി മത്സരിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുമായി നിയമസഭയിൽ വന്നത്. അതിനുശേഷം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴായാലും അതിനുശേഷം എല്ലാം കോൺഗ്രസ് പിടിച്ചിരിക്കുന്നത് 75 സീറ്റിന് താഴെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഒരു തവണ ഭരണം കിട്ടിയുള്ളൂ. ആ ഭരണം കിട്ടിയതില് ഉമ്മൻചാണ്ടി സർക്കാരാണ് വന്നത്. അന്ന് 72 സീറ്റുകളെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി മൊത്തം ഭരിക്കുന്നത് LDF ആണ്. അപ്പൊ അതിൽ നിന്നും എത്രത്തോളം ഇത് മാറാൻ പറ്റും, എത്രത്തോളം കുറയാൻ പറ്റും, അതൊരു ഘടകമാണ്. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഭാഗത്ത് ഒരു ചാഞ്ചല്യോ ഷിഫ്റ്റോ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറൂല്ലേ? അങ്ങനെ മാസമായിട്ട് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മെയ് 4-ാം തീയതി നമുക്ക് ഏകദേശം രാവിലെ ഒരു 8 മണിക്ക് വെട്ടി പൊട്ടിക്കുമ്പോൾ തന്നെ ഏകദേശം ലീഡൊക്കെ നമുക്ക് ആദ്യ തന്നെ അറിയാൻ പറ്റും.